ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതും മൈദയും ഓവനൊന്നും ഇല്ലാതെ. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരം കാണും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കേക്ക് ആയാലും ബിസ്ക്കറ്റ് ആയാലും അതിൽ പാൽപ്പൊടി കൂടെ വരുമ്പോൾ രുചി കൂടും. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്, ബേക്കിംഗ് സോഡയല്ല. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് നെയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ വെച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പകുതി എടുത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇതുപോലെ പൊടിച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ പൊടിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കില്ല. ആ ഒരു നെയ്യിൻ്റെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെയും പറ്റിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് വരുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ബൈൻഡായിട്ട് വന്ന് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പാകത്തിനായി കിട്ടും. ഇതങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ തൊടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിക്കുള്ള കൂട്ടായിരിക്കും. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ഒന്ന് എണ്ണ തടവി എടുക്കുന്നുണ്ട്. എണ്ണയോ നെയ്യോ തടവി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊട്ടിക്കളയാൻ വേണ്ടി മറക്കരുത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു പ്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷമാണ് ഈ ഒരു കൂട്ട് തുറന്ന് നോക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനൊരു ചെറിയ ഉരുളയാക്കി കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് റൗണ്ടിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ആയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കനത്തിൽ ചെയ്തെടുത്തോളൂ. ഇതിൻ്റെ അരികുകളിൽ ചെറിയ ക്രാക്കുകളൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. ആയി വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും അത് കുറച്ചുകൂടെ വലുതാവും. ഇനി ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ഗോൾഡൻ ഷൈനി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുട്ടയുടെ മഞ്ഞയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തോളൂ. അത് ആ ഒരു ഗ്ലേസി ആയിട്ടുള്ള ലെയർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിലും നമ്മളെ ബിസ്ക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇത് ഓവനൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരല്പം വലിയ അലുമിനിയം പാത്രത്തിൽ ഉപ്പും സ്റ്റാൻഡും വെച്ച് നേരത്തെ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇതുപോലെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ നോക്കൂ, നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ആ ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ബിസ്ക്കറ്റിൻ്റെ രുചി തന്നെയാണ് ഇത് ഉണ്ടാകുക. നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ട്രൈ ചെയ്ത ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.